കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 17. രചന ദിവ്യ ജി.കെ. അവതരണം നിള. അബീക്ക് എന്നെ വേണ്ടാതെ മറ്റൊരു പെണ്ണിനെ തേടിപ്പോയാൽ ആ നിമിഷം ഞാൻ അയാളെ ഉപേക്ഷിക്കും. മനസ്സുകൊണ്ട് പോലും മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന ആളെ എനിക്ക് ആവശ്യമില്ല. യാദൃച്ഛികമായി അവരുടെ പുറകിൽ നിന്ന് ആ വാക്കുകൾ കേട്ട ഹസീനയുടെ മനസ്സിൽ കുടിലത പ്രവർത്തിച്ചു തുടങ്ങി. എങ്ങനെയെങ്കിലും ബീനയുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പടർത്തി അബിയെയും ബീനയെയും വേർപിരിക്കണമെന്ന് ഹസീന വികൃതമായ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൂട്ടി. ഉമ്മിച്ചാമ്മയുടെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് രാത്രിയോടെ ഒരുവിധം എല്ലാവരും പിരിഞ്ഞുപോയി. പ്രവിയും അബിയും ആദവും ചെറുതായൊന്നു മിനുങ്ങാനായി ടെറസിന്റെ മുകളിൽ ഒത്തുകൂടി. എടാ പ്രവി, നീയും ആശയും മുടക്കിലാണോ? അബി അച്ചാറ് തൊട്ട് നക്കുന്നതിനിടയിൽ പ്രവിയോട് ചോദിച്ചു. അബിയുടെ ചോദ്യം കേട്ടതും പ്രവിയുടെ മുഖം വലിഞ്ഞു മുറുകി കയ്യിലിരുന്ന സാധനം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തിട്ട് പ്രവി പറഞ്ഞു, അവൾക്ക് ജോലിയുള്ളതിന്റെ വല്ലാത്തൊരു അഹങ്കാരമുണ്ട്. ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള സന്മനസ് കൂടി അവൾ കാണിക്കാറില്ല. എന്തൊക്കെ ദ്രോഹം എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ എന്റെ അമ്മയും സഹോദരിയും അല്ലേ. ആശയ്ക്ക് അവരോട് കുറച്ച് സ്നേഹത്തിൽ ഇടപെടാൻ കൂടി കഴിയില്ല. അവളുടെ വീട്ടുകാരെ കാണുമ്പോൾ നല്ല രീതിയിൽ ഒലിപ്പിക്കുന്നതും കാണാം. ഉത്സവപ്പറമ്പിൽ വെച്ച് എന്റെ വീട്ടുകാരെ അവഗണിച്ചുകൊണ്ട് അവൾ അവളുടെ വീട്ടുകാരുടെ അടുത്തു പോയി നിന്നു. അതൊക്കെ എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? നിങ്ങൾ തന്നെ പറ, അവൾ ചെയ്തത് ശരിയാണോ? പ്രവി, ഞാനൊരു കാര്യം പറയുമ്പോൾ നിനക്ക് ദേഷ്യം തോന്നരുത്. ആദത്തിന്റെ പറച്ചിൽ കേട്ടതും കുടിക്കാനെടുത്ത സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് മുഖം ചുളിച്ച് പ്രവി അവനെ നോക്കിയിരുന്നു. അബി കണ്ണുകൊണ്ട് ആദത്തിന്റെ അടുത്ത് വേണ്ടെന്ന് ആംഗ്യം കാണിച്ചിട്ടും അത് മൈൻഡ് വെക്കാതെ ആദം പറഞ്ഞു തുടങ്ങി. നിന്റെ അമ്മയും പെങ്ങളും ആയതുകൊണ്ട് അവർ ചെയ്തതെല്ലാം നിനക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയുമായിരിക്കും. ആശയ്ക്കൊരിക്കലും അതിന് കഴിയില്ല. പ്രത്യേകിച്ച് അവളുടെ വയറ്റിൽ കുരുത്ത കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് എത്ര കാലം കഴിഞ്ഞാലും അവൾക്ക് മറക്കാൻ കഴിയില്ല. എന്നിട്ടും നിനക്ക് വേണ്ടി നിന്നോട് സ്നേഹമുള്ളതിനാൽ നിന്റെ വീട്ടിൽ വരികയും സഹകരിക്കുകയും ചെയ്യുന്നു. അതൊന്നും ഓർക്കാതെ വീട്ടുകാരെ കാണുമ്പോൾ അവളെ മറന്ന് അമ്മയുടെ 5 വയസ്സുള്ള മോനാകുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീയല്ലേലും എപ്പോഴും അവളുടെ സൈഡല്ലേ പറയുകയുള്ളൂ. പിണക്കത്തോടെ പറയുന്ന പ്രവിയോട് അബി പറഞ്ഞു. ആദം ആശയുടെ സൈഡ് പറഞ്ഞതൊന്നുമല്ല, സത്യസന്ധമായ കാര്യം പറഞ്ഞതാണ്. എന്തൊക്കെ പറഞ്ഞാലും നീ നിന്റെ വീട്ടുകാരെ കാണുമ്പോൾ ആശയെ മറന്നു പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അബി കൂടി ആദത്തിന് സൈഡ് നിന്നതും പ്രവി പല്ലു കടിച്ചു പിടിച്ചുകൊണ്ട് അനങ്ങാതെയിരുന്നു. നീ കൂടുതൽ നല്ല കുഞ്ഞൊന്നും ചമയണ്ട. നിന്റെ ബീനയെ നീ കെട്ടിക്കൊണ്ടു വന്ന കാലം മുതൽ ഈ വീട്ടിലെ വേലക്കാരിയെ പോലെയല്ലേ ഇട്ടേക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ പിന്നെ ചോദിക്കാം. അതിനു മുമ്പേ ഇവന്റെ അടുത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തീർക്കട്ടെ. ആദം അബിയെ കൂടി കുറ്റം പറഞ്ഞത് കേട്ടതും പ്രവിക്ക് കുറച്ച് സമാധാനമായി. നിനക്ക് സൈഡ് പിടിക്കാൻ വന്ന ഞാൻ ആരായി എന്ന ഭാവത്തിൽ അബി മുഖം കൂട്ടിക്കൊണ്ടിരുന്നു. ആദം പ്രവിയെ നോക്കി പിന്നെയും സംസാരിച്ചു തുടങ്ങി. ഉത്സവത്തിന് 2 വീട്ടിലും പോകാമെന്ന് പറഞ്ഞ് നീ അവളെയും കൊണ്ടുപോയിട്ട് നിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പ്ലേറ്റ് തിരിച്ചില്ലേ? സത്യത്തിൽ അവളുടെ വീട്ടിൽ ഉത്സവത്തിന് പോയിരുന്നോ? നിങ്ങളുടെ 2 പേരുടെയും കാര്യം പറഞ്ഞ് ഇന്നലെ രാത്രി ആലി എന്നെ കട്ടിലിൽ നിന്ന് ചവിട്ടി താഴെയിട്ട്. എന്റെ ബീനയ്ക്ക് സങ്കടമാണ്, എന്റെ ആശയ്ക്ക് സങ്കടമാണ്, ഇങ്ങനൊക്കെ പറഞ്ഞ് എന്നെ മുഴുവനായി സങ്കടക്കടലിലാഴ്ത്തി. നമ്മുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവളുമാർ തമ്മിൽ പറയുന്നുണ്ട്. ഞാൻ മോഹിച്ചു കൊതിച്ച് ഒന്ന് അരികിൽ ചെന്നപ്പോൾ അവൾ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ച്. ബീനയ്ക്ക് സങ്കടമൊന്നുമില്ല. അവളുടെ സങ്കടം മുഴുവൻ ഇന്നലെ രാത്രി തീർത്തു. നല്ലതുപോലെ സ്നേഹിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത്. ആദത്തിന്റെ സംസാരത്തിനിടയിലേക്ക് കയറി അബി പറഞ്ഞു. എനിക്കറിയാടാ തെണ്ടി നിന്റെ സ്വഭാവം. ഒരു ദിവസം കുറഞ്ഞത് 2 തവണയെങ്കിലും അവളുടെ ചൂട് തട്ടാതെ നീ ഉറങ്ങത്തില്ലെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഇതൊക്കെ പറഞ്ഞാൽ എന്റെ കെട്ടിയോൾക്ക് മനസ്സിലാവണ്ടേ? പല്ല് കടിച്ചുകൊണ്ട് പറയുന്ന ആദത്തിനെ നോക്കി ഇല്ലാത്ത നാണം വരുത്തി അബി ചിരിച്ചു കാണിച്ചു. ചിരിയടാ തെണ്ടി, എന്റെ ദാമ്പത്യ ജീവിതം കലക്കി കയ്യിൽ വെച്ചിട്ട് അവന്റെ ഒരു ഓന ചിരി. അബിയുടെ മുതുകത്തടിച്ചു പറഞ്ഞ ആദത്തിനെ നോക്കി കൈ മലർത്തിക്കൊണ്ട് അബി ചോദിച്ചു. നിന്റെ കെട്ടിയോള് നിന്നെ കട്ടിലിൽ നിന്ന് ചവിട്ടി താഴെയിട്ടതിന് ഞാൻ എന്ത് പിഴച്ചു? ഇനി 1ഉം 2ഉം പറഞ്ഞ് 2ഉം കൂടി തമ്മിൽ തല്ലാൻ നിൽക്കണ്ട. വെള്ളമടിച്ചതൊക്കെ മതി, നമുക്ക് വീട്ടിൽ പോകാം. ആദത്തിന്റെയും അബിയുടെയും നടുക്കു കയറി പ്രവി പറഞ്ഞതും അടുത്ത പെഗും കൂടി കാലിയാക്കി 3 പേരും താഴേക്കിറങ്ങി. താഴെ ഇറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പ്രവി ആശയെയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് മുന്നേ നടന്നു. അവരുടെ പുറകെ തന്നെ ആദവും ആലിയും അപ്പച്ചനും അമ്മച്ചിയും നടക്കാൻ തുടങ്ങി.
പ്രവിയുടെ വീടിന്റെ വലതുവശം അബിയും ഇടതുവശം ആദവുമാണ് താമസിക്കുന്നത്. അബി വീടിന്റെ സിറ്റൗട്ടിൽ നിന്ന് കൂട്ടുകാർ രണ്ടും അവരുടെ വീടിനകത്ത് കയറുന്നത് കണ്ടിട്ടാണ് അകത്തേക്ക് കയറിയത്. അകത്ത് കയറിയതും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അബി ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ബീന എവിടെ? ഓന്റെ ചോദ്യത്തിന് ടിവിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവർ മറുപടി പറഞ്ഞു, ബീന അടുക്കളയിൽ കാണും. ചുവരിലെ ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 10:30 മണി കഴിഞ്ഞിരിക്കുന്നു. ടിവിയുടെ മുന്നിൽ എല്ലാ കുട്ടികളും ഇക്കായും ഭാര്യയും ഇത്തായും ഭർത്താവും വാപ്പയും ഉമ്മയും മാമിയും ഹസീനയും ഉമ്മുമ്മയും എല്ലാം നിരന്നിരിപ്പുണ്ട്. അവൻ പതിയെ അടുക്കളവാതിലിൽ പോയി നോക്കിയപ്പോൾ ബാക്കി വന്ന ആഹാരങ്ങൾ പാത്രത്തിലാക്കി അത് ഫ്രിഡ്ജിൽ വെക്കുകയും സിങ്കിൽ കൂടിക്കിടക്കുന്ന പാത്രങ്ങളുടെ കൂട്ടത്തിൽ അതും കൂടി ഇട്ടിട്ട് അവിടെ നിന്ന് കഴുകുന്ന ബീനയെ കണ്ടപ്പോൾ അറിയാതെ അവന്റെ കണ്ണു നിറഞ്ഞു. കുടിച്ച മദ്യത്തിന്റെ ശക്തിയോ ആദത്തിന്റെ കളിയാക്കലിന്റെ എരിവോ അവളോടുള്ള സ്നേഹത്തിന്റെ കൂടുതലോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ചില്ലിന്റെ ജഗ് വലിയ ശബ്ദത്തിൽ താഴെ എറിഞ്ഞുടച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് പതിഞ്ഞു. കഴുകിക്കൊണ്ടിരുന്ന പാത്രം അവിടെ ഇട്ടിട്ട് ബീന ഓടി ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് അബിയുടെ മുഖഭാവം നോക്കി തറഞ്ഞു നിന്നു. ടിവി അണച്ചിട്ട് ഓടി അവിടേക്കെത്തിയ സജീത്ത വെപ്രാളത്തോടെ ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? ഇത്തായുടെ ചോദ്യം കേട്ടതും ചുവന്ന കണ്ണുകളുമായി അവരുടെ നേരെ തിരിഞ്ഞിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, ഞാൻ ബീനയെ സ്നേഹിച്ച് നിക്കാഹ് കഴിച്ചത് ഇവിടുത്തെ വേലക്കാരിയാക്കാനാണോ? നീ എന്താ അബി പാദയാത്ര കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വാപ്പ നിശബ്ദനായി നിൽക്കുന്നത് കണ്ട് ഉമ്മയാണത് ചോദിച്ചത്. ഉമ്മയ്ക്കിപ്പോൾ പാദയാത്രയാണെന്ന് അറിയാമല്ലേ? നിങ്ങളെല്ലാവരും സൊറ പറഞ്ഞും ടിവി കണ്ടും ഇരിക്കുമ്പോൾ എന്റെ ബീന ഈ അടുക്കളയിൽ പാത്രങ്ങളുടെ നടുക്ക് കിടക്കുകയാണ്. എല്ലാവരും കൂടി അവളെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ അവൾക്കും ഇരിക്കാമായിരുന്നില്ലേ? ഒരു വേലക്കാരിയെ പോലെ അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ഞാനൊന്നും ചോദിക്കാതെയും പറയാതെയും ഇരുന്നത് വെറുതെ വീട്ടിൽ ഒരു വഴക്ക് വേണ്ടെന്ന് കരുതിയാണ്. ഇനിയും ചോദിക്കാതിരുന്നാൽ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ പോകും. ഇനി മുതൽ ഇവിടെ എന്ത് വിശേഷം നടന്നാലും ആര് വന്നാലും എല്ലാവർക്കും അടുക്കളയിൽ കയറി പെരുമാറാൻ കഴിയത്തില്ലെങ്കിൽ വരിക, അപ്പോൾ തന്നെ തിരികെ പോവുക. അല്ലാതെ തിന്നാനും കുടിക്കാനും കിടക്കാനുമായി ഇവിടെ ആരും നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ എല്ലാം ജോലി ചെയ്യാൻ എന്റെ ബീവിക്ക് മനസ്സില്ല. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സഹോദരങ്ങളോടാണോ അബി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉമ്മയുടെ ചോദ്യം കേട്ടതും ചെറഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു, ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? ഉമ്മയും ഉമ്മിമ്മയും സഹിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ ഇക്കയും കെട്ടിയോളും നിങ്ങൾക്ക് നല്ലവരാണ്. അവർ എന്തെങ്കിലും ചെയ്താൽ അവരുടെ കയ്യിലെ വളയൂരി പോകുമെന്ന് കരുതി പൊതിനു പിടിച്ചിരിക്കുന്ന ഇക്കായും നല്ലവനാണ്. സജീത്ത എന്തു വന്നാലും എന്റെ ബീനയെ കുറ്റം പറയാതെയും അവൾക്ക് ഇരട്ടി ജോലി ഉണ്ടാക്കി കൊടുക്കാതെയും ഇവിടുന്ന് പോകാറില്ല. ഞാൻ ഹസീനയെ കല്യാണം കഴിക്കാത്തതിന്റെ ചൊരുക്കാണ് ഇത്ത ബീനയോട് കാണിക്കുന്നതെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി. ഇനിയെങ്കിലും അവളെ സമാധാനമായി വിട്ടുകൂടെ? വാപ്പ നിശബ്ദത പാലിച്ചിരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അബ്ദുള്ള അവൻ ഇത്രയും കാലവും മിണ്ടാതിരുന്നത് എന്താണെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് സംസാരിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് അയാൾ അവൻ പറയുന്നതും കേട്ടുകൊണ്ടിരുന്നു. മതിക്ക, വഴക്ക് നിർത്ത്. ഇത് നമ്മളുടെ കുടുംബമല്ലേ, വെറുതെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? കഴിയുന്നത്ര തേനൊലിപ്പിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞ ഹസീനയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് മുഖത്തിനു നേരെ കൊണ്ടുവന്നിട്ട് അബി പറഞ്ഞു, നീ ഇങ്ങ് വാ, നിന്നെ ഞാൻ രാവിലെ മുതൽ നോക്കി വെച്ചേക്കുകയാണ്. നീ എന്താടി തൊട്ടും പിടിച്ചും എന്റെ പുറകെ നടക്കുന്നത്? നിന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയെങ്കിൽ വേറെ ഏതവന്റെങ്കിലും നെഞ്ചത്ത് ചെന്ന് കയറിക്കോണം. അല്ലാതെ എന്റെ നെഞ്ചത്ത് കയറാൻ നോക്കിയാൽ നീ വിവരം അറിയും. എനിക്ക് തൊടാനും പിടിക്കാനും ഞാൻ സ്നേഹിച്ചു കെട്ടിയ എന്റെ ബീനയുണ്ട്. ബീനയെ വലിച്ച് നെഞ്ചോട് ചേർത്താണ് അവനത് പറഞ്ഞത്. സന്തോഷ കണ്ണീരോടെ ബീന അവന്റെ മുഖത്തേക്ക് നോക്കി. 14 വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ സംഭവമാണ് ഇപ്പോൾ നടന്നത്. അതിന്റെ സന്തോഷം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ആരുടെയെങ്കിലും മനസ്സിൽ കുഴിഞ്ഞ ബുദ്ധിയും എന്തെങ്കിലും കുടിലതയും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുരപ്പുറത്ത് കളഞ്ഞേക്കണം. ഉമ്മുമ്മയുടെയും മാമയുടെയും മുഖത്ത് തറപ്പിച്ചു നോക്കിയാണ് അവൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടാക്കും. വെറുതെ എന്നെ കൊണ്ട് പാപങ്ങളൊന്നും ആരും ചെയ്യിക്കാൻ നിൽക്കണ്ട. ഇനി ഇതൊക്കെ എന്റെ ബീനയുടെ തലയണ മന്ത്രമാണെന്നും പറഞ്ഞ് അവളുടെ നേരെ ആരും കുതിര കയറാൻ നിൽക്കരുത്. ഞാൻ വർഷങ്ങളായി നേരിട്ട് കണ്ട കാര്യങ്ങളാണിതൊക്കെ. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ഉമ്മായിക്ക് മോളും മൂത്ത മരുമോളുമാണ് വലുതെങ്കിൽ അവരുടെ കൂടെ പോയി നിൽക്കുക. ഞാനും എന്റെ ബീവിയും കുട്ടികളും സമാധാനമായി ജീവിക്കട്ടെ. അതല്ല ഞങ്ങളുടെ കൂടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അവളെയും മോളെ പോലെ കണ്ട് സ്നേഹിക്കാൻ ഉമ്മായിക്ക് കഴിയണം. ഉമ്മയ്ക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ?
മനസ്സിലാവണം. പിന്നെ ഉമ്മുമ്മയെ നോക്കി പറഞ്ഞു, വാപ്പയെ ഭരിച്ചു നിർത്തുന്നത് കണക്ക് എന്നെ ഭരിക്കാൻ ആരും നോക്കരുത്. സ്നേഹം കൊണ്ട് താന്നു തരുമ്പോൾ തലയിൽ കയറാൻ ശ്രമിക്കരുത്. നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ ഒറ്റൊരെണ്ണവും കാണരുത്. എന്റെ ബീന ആരുടെയും വേലക്കാരിയല്ല. അതെല്ലാവർക്കും ഓർമ്മ വേണം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.